പ്രിയ കലാസ്നേഹികളെ, സംഭൂജിതരായ ഗുരുജനങ്ങളെ, ഞങ്ങളുടെ ഈ നാടകം ഇവിടെ അരങ്ങേറുകയാണ്. നാടകത്തെക്കുറിച്ച് ഒരു വാക്ക്. ഈ നാടകത്തിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചവരോ മരിച്ചവരോ ഈ കഥയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല. എന്തെങ്കിലും സാമ്യം തോന്നിയാൽ തികച്ചും യാദൃച്ഛികം മാത്രം. ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. ഗബ്ബാർ സിംഗ്. രാമു ഒരു കർഷകനായിരുന്നു. കാർഷിക വൃത്തിയായിരുന്നു രാമുവിന്റെ തൊഴിൽ. എല്ലാവരെയും പോലെ രാമുവും എന്നും തന്റെ നെൽപ്പാടത്തേക്ക് പോകും. ആയിടെ ആളുകൾ നെൽകൃഷിയിൽ നിന്നും പിന്മാറി കപ്പകൃഷിയിലേക്ക് പോയി. രാമുവും ആ വഴി തന്നെ സ്വീകരിച്ചു. വീണ്ടും സന്തോഷത്തിന്റെ നാളുകൾ. പെട്ടെന്നൊരു ദിവസം അറിഞ്ഞില്ലേ പാടം മുഴുവൻ എലികൾ കപ്പ തന്നെ നശിപ്പിക്കുന്നു. ഓടിവരിൻ. എല്ലാവരെയും വിളിക്കടാ. ഓടി വരുന്നടാ. എടാ ചാത്ത, എടാ കാവ, ഗുലാനെ, എല്ലാവരും വാടാ. നമുക്ക് എലിയെ ഓടിക്കാം. എല്ലാവരും കൂടിയിട്ടും എലികളോടാൻ തയ്യാറായില്ല. രാമുവും കൂട്ടരും പേടിച്ചു മാറി നിന്നു. എലിയുടെ അക്രമം മഹാഗണിയിലേക്കും തുടങ്ങി. അവൻ മഹാഗണി മറിച്ചു. ഇനി എന്ത് ചെയ്യും? നമുക്ക് ഗ്രാമമുഖ്യനെ വിളിക്കാം. ഇതാ ഗ്രാമമുഖ്യൻ വരുന്നു. ഹലോ. ഗബ്ബാറാണോ? ഗബ്ബാർ. ഞാൻ ഒന്ന് വിളിച്ചപ്പോഴത്തേക്കും ഗബ്ബാർ വരാമെന്നേറ്റു. അവനെങ്ങ് വരട്ടെ, എല്ലാത്തിനും പരിഹാരമാകും. അവർ കാത്തിരുന്നു. കാത്തിരിപ്പിന് അവസാനമായി. ഗബ്ബാർ വന്നു.
സിംഗ്. രാമു, എവിടെ എലികൾ? പാടം നിറയെ എലികളാണ്. എങ്കിൽ നമുക്ക് അവിടെ പോകാം. ഗബ്ബാർ പണി തുടങ്ങി. എലികൾക്ക് നിൽക്കാൻ വയ്യാതായി. അവർ നാട്ടിൽ പരക്കം പാഞ്ഞു. അവസാനം അവർ പുല്ലിട്ടയിൽ തുരത്തിൽ കയറി രക്ഷപ്പെട്ടു. രാമുവിന് സന്തോഷമായി. അവൻ എല്ലാ ദിവസവും ഗബ്ബാറിനെ വിളിച്ച് ചായ കൊടുക്കും, സൽക്കരിക്കും. അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാമുവിന്റെ ഭാര്യ ഗബ്ബാറിന് ചായ കൊടുത്തു. രാമു ചോദിച്ചു, കടി തരട്ടെ? ഗബ്ബാർ രാമുവിന്റെ ഭാര്യയെ നോക്കി പറഞ്ഞു, കടി വേണ്ട, കടിച്ചാ വേദനിക്കും. എനിക്ക് ഉമ്മ മതി. രാമുവിന്റെ ഭാര്യ അവനെ ആട്ടിയിറക്കി. ഇറങ്ങി പോടാ. ആട്ട് കിട്ടിയ ഗബ്ബാർ നാണിച്ചു തല താഴ്ത്തി ഓടി. അവന്റെ മനസ്സിൽ പകയുടെ കനലുകൾ ആളി. എലികളെ ഓടിക്കാൻ വന്ന ഗബ്ബാറിന് നാട്ടിൽ പണിയില്ലാതായി. അവൻ പാടത്തും തോട്ടിലും പുഴകളിലും പുഴക്കടവുകളിലും സ്ത്രീകൾ കുളിക്കുന്നിടത്തെല്ലാം എലികളെ തപ്പി നടന്നു. ഗബ്ബാറിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ സ്ത്രീകൾ അവനെ കല്ലെടുത്ത് എറിഞ്ഞു. ഗബ്ബാർ ഓടി. അയ്യോ അയ്യോ അയ്യോ. ഇത് കണ്ട് രാമു പൊട്ടിച്ചിരിച്ചു. അന്നു മുതൽ ഗബ്ബാറിന് രാമുവിനോട് വൈരാഗ്യമായി. പണിയില്ലാതായ ഗബ്ബാർ പിന്നെ മോഷണം തുടങ്ങി. ചക്കയും ചേനയും ചേമ്പും മാങ്ങയും തേങ്ങയും, എന്തിനേറെ പറയുന്നു, റോട്ടിൽ കിടക്കുന്ന മെറ്റൽ പോലും അവൻ മോഷ്ടിച്ചു.
ആയിടെ രാമു കുറെ ആടുകളെ വാങ്ങി. 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, 10 ആടുകൾ. കൂട്ടത്തോടെയുള്ള ആടുകളുടെ കരച്ചിൽ കേട്ട് രാമു ആഹ്ലാദിച്ചു. ആടിന്റെ കരച്ചിൽ കേട്ട് ഗബ്ബാറിന് പക കൂടി. ഒരു ദിവസം രാമു ആടുകളുമായി പാടത്തേക്ക് പോവുകയായിരുന്നു. ആടുകളെ മോഷ്ടിക്കാനുള്ള ലക്ഷ്യവുമായി ഗബ്ബാറും പുറകെ കൂടി. ഗബ്ബാർ രാമുവിനെ ആക്രമിച്ചു. രാമു പറഞ്ഞു, ആടുകളെ കൊണ്ടുപോകാൻ പറ്റില്ല. അവർ തമ്മിൽ മൽപ്പിടുത്തമായി. ഗബ്ബാർ രാമുവിന്റെ നേരെ കത്തിവീശി. പാവൻ രാമു വീണുപോയി. ഗബ്ബാർ ആടിനെയും കൊണ്ട് കടന്നു കളഞ്ഞു. രാമുവിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. രാമു പൊട്ടിക്കരഞ്ഞു. രാമുവിന്റെ കരച്ചിൽ കേട്ട് മല്ലൻ മാധവൻ സ്ഥലത്തെത്തി. ഞാനിവിടെ ഉള്ളപ്പോൾ മറ്റൊരു ഗുണ്ടയോ? എറിയടാ അവനെ. എല്ലാവരും കൂടി ഗബ്ബാറിനെ കല്ലെറിഞ്ഞു. ഗബ്ബാർ ഓടി ഒരു മരത്തിന്റെ പിറകിൽ പതുങ്ങി നിന്നു. ഓരോ കല്ലിനും അവൻ ഒഴിഞ്ഞു മാറി. അപ്പോൾ ആ വഴി പോയ ഒരു വഴിപോക്കൻ പറഞ്ഞു, ഇവന് അമ്മയും പെങ്ങളും ഒന്നുമില്ലേ? വൃത്തികെട്ടവൻ, മരത്തെ പോലും വെറുതെ വിടില്ല. ഇത് കേട്ട് മരം നാണിച്ച് തല താഴ്ത്തി. ഈ സമയം ഗബ്ബാറിന്റെ തലയിൽ വലിയൊരു കല്ല് വന്ന് വീണു. ഗബ്ബാർ ചരിത്രമായി. അങ്ങനെ മൂപ്പിന്നു ചത്തോടി, നമ്മളും പോയെന്നറിയേണ്ടേ. ചാക്കാല ചൊല്ലുവാൻ വന്നവന്റെ കാപ്പിയും കാശും കൊടുത്തോടി. കാര്യങ്ങൾ എന്തൊക്കെയായാലും 4 പേർ കൂടുന്ന കാര്യമല്ലേ. കോടിയിടണം, പോകേല വേണം, കാണിക്കാൻ കണ്ണു നീതിച്ചു വേണം. 4 പേർ കൂടുന്നിടത്തു നമ്മൾ നാണക്കേടെന്നു വരുത്തരുത്. 4 പേർ കൂടുന്നിടത്തു നമ്മൾ നാണക്കേടെന്നു വരുത്തരുത്.